ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൺ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് നല്ലതുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻസും അതേപോലെ തന്നെ മെസ്സേജസും ഒക്കെ എനിക്ക് അയക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ബിഗ് താങ്ക് യു. ഇനിയും ഇതേപോലെയുള്ള സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്യുന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളെ തലശ്ശേരിക്കാർക്ക് ഇതിനെ കാലിഫോർണിയ സാൻഡ്വിച്ച് എന്നൊന്ന് പറയാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാലിഫോർണിയ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയെന്ന്. പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് കാലിഫോർണിയ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 150 ഗ്രാം മൈദ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് എണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡോ തയ്യാറാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാല്, ഇളം ചൂടുള്ള പാലാണിത്, ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ഡോ തയ്യാറാക്കുന്നത് പാലിലാണ്, വെള്ളത്തിലല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈസ്റ്റ് പെട്ടെന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പൊടിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ നല്ലതായിരിക്കും, പൊടി പോലെയുള്ളത്. ഇതിപ്പോൾ ഒരു ചെറിയ ഉരുളകളായിട്ടുള്ള ഈസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിയാണെങ്കിൽ അത് പെട്ടെന്ന് മിക്സ് ആയിക്കോളും. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 3 മിനിറ്റ് ആയിട്ടുണ്ട്, ഈസ്റ്റൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തം ഒന്നിച്ചിടണ്ട, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചേർത്ത് കൊടുക്കുക, ഇങ്ങനെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ പിന്നെയും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. 3 ഭാഗമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കൈവച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. തടവി കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം. നമുക്കിത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ വെക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെക്കാം. അതുവരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഡോ. ഇനി നമുക്ക് ഇതിനെ റോൾ ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിനെ 3 ഭാഗമാക്കാൻ ചെറിയ പീസാക്കി റോൾ ചെയ്തെടുക്കാം. ഞാനിതൊരു കത്തി വെച്ചിട്ട് 3 ആക്കി മുറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ചെറിയ പീസാക്കിയിട്ട് നമുക്ക് റോൾ ചെയ്യാം. ഇതിനെ നമുക്ക് 3 പീസാക്കി മാറ്റാം. ചെറിയ റോളാക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം കുറച്ചും കൂടി ഒന്ന് പൊന്തി വരും. അതുകൊണ്ട് നമുക്ക് മാക്സിമം ചെറുതായിട്ട് റോൾ ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇങ്ങനെ നമുക്ക് നീളത്തിൽ ഉരുട്ടി കൊടുക്കാം. അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം.
നീളത്തിലൊന്ന് റോള് ചെയ്തതിന് ശേഷം ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവാം. ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആദ്യം നമുക്ക് മൈദ ബാറ്ററിലും അതേപോലെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കണം. നിങ്ങൾ ഒരു കൈ കൊണ്ട് മൈദ ബാറ്ററിലും പിന്നെ ഒരു കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മളെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് ചീത്തയായി പോവും. ആകെ കൂടി ഒട്ടി പിടിച്ചിട്ട് വൃത്തിയും ഉണ്ടാവില്ല, പിന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ബ്രെഡ് ക്രംസ് വരണം. എന്നാൽ മാത്രമേ ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്യണം. എല്ലാം ഇതേപോലെ മൈദ ബാറ്ററിലും അതേപോലെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ 3 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അപ്പാട് ഇത് കരിഞ്ഞു പോവും. മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഭാഗം മുങ്ങുന്ന വിധത്തിലുള്ള എണ്ണ മതിയാകും. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം കുറച്ച് ബ്രൗണായി വരുന്നുണ്ട്. നന്നായിട്ട് ബ്രൗണായിട്ട് വരണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു കാണാനും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോവരുത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം എന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് മാറ്റാം. നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ക്യാബേജിൻ്റെ ഒരു കാൽ ഭാഗം അത്ര മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ക്യാരറ്റ്, പിന്നെ ഒരു തക്കാളിയുടെ പകുതി. തക്കാളി പുളി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേവിച്ചിട്ടും എടുക്കാം. ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ പിച്ചി എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ് വരുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയും മയോണൈസും ആണ്. ഒരു 3-4 സ്പൂണ് മയോണൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് വേണ്ടത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ ഒരു 8 സാൻഡ്വിച്ചിൻ്റെ അളവാണ് ഇത് പറയുന്നത്. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒന്ന് സെറ്റാക്കിയെടുക്കാം. നമുക്ക് ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തിയാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് മുറിയും. അപ്പോൾ നന്നായിട്ട് ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുന്നതിനെക്കാട്ട് മുന്നേ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഉള്ളിലാക്കി കൊടുക്കാം. കണ്ടോ, ഉള്ളിലൊക്കെ നന്നായിട്ട് ടൊമാറ്റോ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം മാത്രമേ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ചിക്കൻ്റെയും ഒക്കെ മയോണൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളെ കാലിഫോർണിയ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസും അതേപോലെയുള്ള സജഷൻസും എനിക്ക് അയച്ചു തരിക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.